ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് സജൂസ് ഹോംലി ഫുഡ്സ്. നമ്മളൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കമ്പഴന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ചിക്കൻ പിസയാണ്. ബൗളിലോട്ട് നമ്മൾ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിസ്സ മസാലയാണ്. പിസ്സ മസാല ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 പിസ്സ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2.5 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഈസ്റ്റ് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട്, വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നല്ലൊരു ഡോ ആക്കി മാറ്റുക. ഇപ്പോൾ പിസ്സ ഡോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഡോ ഒന്ന് പൊങ്ങി വരാനായിട്ട് നമുക്കൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് 2 മണിക്കൂർ ആകുമ്പോഴത്തേനും അത് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഡോ പെർഫെക്റ്റ് ആയിട്ടെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ലോണം കുഴച്ചിട്ട് 2 പോർഷനാക്കി മാറ്റാം. ഇനി നമ്മൾ ഈ ഓരോ ബോൾസ് എടുത്തിട്ട് നല്ലോണം ഉരുട്ടി ഷേപ്പാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സിലിക്കോൺ മാറ്റിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിസ്സ ട്രേയിൽ വെച്ച് കൊടുക്കണം. ഇതുപോലെ സ്മൂത്തായിട്ട് 1/2 ഇഞ്ച് തിക്നെസ്സിൽ പരത്തി കൊടുക്കുക. ഇതാണ് നമ്മുടെ പിസ്സ ട്രേ. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ ഡോ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു ഫോർക്കിട്ട് നല്ലോണം ഹോളിട്ട് കൊടുക്കാം. ഹോളിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നല്ലോണം ഫോർക്കിട്ട് ഹോളിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ
ഇതിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പിസ്സ സോസാണ്. 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിസ്സ സോസ് ചേർത്ത് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. ഇനി മൊസറല്ല ചീസ് നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട് ഞാനതിൽ കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുക, കോൺ ആഡ് ചെയ്യുക. പക്ഷേ ഞാൻ കാര്യമായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ തക്കാളി, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ബ്ലാക്ക് ഒലിവ് ഇതേ ഞാൻ കാര്യമായിട്ട് ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ മൊസറല്ല ചീസ് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ചീസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് അതിന് മേലെ കുറച്ചുകൂടെ പിസ്സ മസാല ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ പിസ്സയുടെ ഡോല് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇതിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ കുക്കായിട്ടുണ്ട്. ഇത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് 15 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ 2 പിസ്സ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല, അപ്പോൾ അത് ഫസ്റ്റത്തെ പിസ്സയാണ്. മറ്റേ പിസ്സ നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പിസ്സ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ അടിപൊളിയാണ്, അപ്പോൾ കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചീസൊക്കെ നല്ലോണം ചേർക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് വലിഞ്ഞ് വരും, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് തന്നെ. ഇത് നമ്മൾ രണ്ടാമതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പിസ്സയാണ്. 2 പിസ്സ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ കാണിച്ചു. നമ്മുടെ പിസ്സയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അയയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.